ഫ്രീ എൻട്രിയാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. അതും 1-2 ഫ്ലോറുകൾ. നിങ്ങൾക്കറിയാമായിരുന്നോ അത്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. മ്യൂസിയത്തിന്റെ 1-2 ഫ്ലോറുകൾ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ പറക്കുന്ന റോബോട്ട്, നടക്കുന്ന 4 കാലുള്ള റോബോട്ട്, ചായയും കോഫിയും ഉണ്ടാക്കുന്ന റോബോട്ട്, അങ്ങനെ പലതും നമുക്കവിടെ കാണാൻ കഴിയും. കുട്ടികളുമായി എൻജോയ് ചെയ്യാൻ കഴിയും. നിങ്ങൾ മെട്രോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെട്രോയ്ക്ക് ഉള്ളിൽ കൂടെ തന്നെ, അതായത് എമിറേറ്റ്സ് ടവർ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം അതിനുള്ളിൽ കൂടെ തന്നെ നമുക്ക് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ 2nd ഫ്ലോറിലേക്ക് എൻട്രി ആകാൻ കഴിയും. അതുമാത്രമല്ല, കാറിൽ വരുന്നവർക്ക് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ പാസ് ചെയ്ത് കുറച്ചുകൂടി ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ RTAയുടെ പെയ്ഡ് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുകൂടാതെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ബിൽഡിങ്ങിൽ തന്നെ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അത് പെർ അവർ 15 dirhams ആണ് വരുന്നത്. ഇത് മാത്രവുമല്ല, ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വരുന്നതെങ്കിൽ അവിടെ നമ്മളുടെ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് മ്യൂസിയത്തിൽ എൻട്രി ആകാൻ കഴിയും. വേറൊരു മനോഹരമായ കാഴ്ച കൂടി ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിന്റെ ബിഹൈൻഡിലായിട്ട് ഒരു പീകോക്ക് പാർക്ക് കൂടിയുണ്ട്. അവിടെ നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയുണ്ട്. നമുക്ക് പീകോക്കുകളെ കാണാൻ കഴിയും. പീകോക്കുകളെ കാണാൻ കഴിയുക മാത്രമല്ല, ഫീഡ് ചെയ്യാനും കഴിയും. പോകുന്ന വഴി കടലയോ മറ്റോ വാങ്ങിയാൽ പീകോക്കുകൾക്ക് കൊടുക്കുകയും ചെയ്യാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി മൊമെന്റ് കൂടിയാകും. ഞാൻ എത്തിയത് കുറച്ച് നൈറ്റ് ടൈം ആയതുകൊണ്ട് പീകോക്കുകൾ ഉറങ്ങുന്നതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്.